സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് മഹാഭാഗവതം ദ്വിതീയ സ്കന്ധം 4-ാമത്തെ അധ്യായം. പരീക്ഷിത്തിന്റെ സൃഷ്ടി വിഷയ പ്രശ്നം. ശുകബ്രഹ്മർഷിയുടെ മംഗളാചരണം. സൂതൗവാച വൈയാസകേരിതി വജസ്തത്വ നിശ്ചയമാത്മന ഉപധാര്യാമതിം കൃഷ്ണേ ഔത്തരേയാസതിം വ്യതാത്. സൂതൻ പറഞ്ഞു, പരമാത്മസ്വരൂപ തത്വത്തെ ഉറപ്പിക്കാൻ തക്കവിധത്തിൽ വ്യാസപുത്രനായ ശ്രീ ശുകബ്രഹ്മർഷി അരുളി ചെയ്തത് നന്നായി ഗ്രഹിച്ച പരീക്ഷിത് മഹാരാജാവ് തന്റെ ബുദ്ധിയെ ശ്രീകൃഷ്ണനിൽ നന്നായി ഉറപ്പിച്ചു. ആത്മജായ സുധാകാര പശുദ്രവിണബന്ധുഷോ രാജേ ചാവികലേ നിത്യം വിരൂഢാം അമതാം ജഹോ. ശരീരം, ഭാര്യ, പുത്രൻ, ഗ്രഹം, പശു, ധനം, രാജ്യം എന്നിവയിൽ ഉറച്ചിരുന്ന എന്റേത് എന്ന അഭിമാനത്തെ ഉപേക്ഷിച്ചു. പപ്രച്ഛേമേവാർത്ഥം യന്മാം പൃച്ഛത സത്തമാഹ കൃഷ്ണാനുവാഭശ്രവണേ ശ്രദ്ധദാനോ മഹാമനാഹ. അല്ലയോ മുനിസത്തമന്മാരെ, നിങ്ങൾ എന്നോട് ഏതൊന്നിനെ പറ്റി ചോദിച്ചുവോ ശ്രീഹരിയുടെ ലീലയെ സംബന്ധിച്ചുള്ള അതേ സംഗതി തന്നെ കൃഷ്ണ മഹാത്മ്യ ശ്രവണത്തിൽ ശ്രദ്ധയുള്ളവനായ മഹാമനസ്കനായ പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു. സംസ്ഥാം വിജ്ഞായ സന്യസ്യ കർമ്മത്രൈവർഗികം ജയത് വാസുദേവേ ഭഗവതി ആത്മഭാവം ദൃഢം ഗത. തന്റെ ശരീരാവസാന കാലം കൃത്യമായി അറിഞ്ഞിട്ട് 3 പുരുഷാർത്ഥങ്ങളെ സംബന്ധിച്ച് കർമ്മങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ച് ഭഗവാൻ വാസുദേവനിൽ പരമപ്രേമത്തോടുകൂടി ആത്മഭാവത്തെ ദൃഢമായി ഉറപ്പിച്ചവനായി തീർന്നു. രാജോവാച സമീചീനം വജോ ബ്രഹ്മൻ സർവജ്ഞസ്യ തവാനക തമോ വിശീര്യതേ മഹ്യം ഹരേ കഥയത കഥാം. രാജാവ് പറഞ്ഞു, ഹേ ബ്രഹ്മർഷി, ശ്രീഹരിയുടെ കഥ വർണ്ണിക്കുന്ന അങ്ങയുടെ വാക്കുകൾ വളരെ സത്യം. അത് കേൾക്കുമ്പോൾ എന്റെ അജ്ഞാനമാകുന്ന അന്ധകാരം മായുന്നു. ഭൂയ ഏവ വിപിൽസാമി ഭഗവാനാത്മമായയാ യഥേദം സൃജതേ വിശ്വം ദുർവിഭാവ്യമതീശ്വരേ. ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും മോഹിക്കാൻ കഴിയാത്തതായ ഈ ലോകത്തെ ഭഗവാൻ ശ്രീഹരി എങ്ങനെ സ്വശക്തി കൊണ്ട് സൃഷ്ടിക്കുന്നുവെന്ന് വീണ്ടും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യഥാ ഗോപായതി വിഭുർ യഥാ സംയച്ഛതി പുനാ യാം യാം ശക്തിമുപാശ്രിത്യ പുരുശക്തി പരപ്പുമാൻ ആത്മാനം ക്രീഡയൻ ക്രീഡൻ കരോതി വികരോതി ജ. സർവശക്തനും സർവവ്യാപിയുമായ ആ പരംപുരുഷൻ ഏതേതു ശക്തിയെ ആശ്രയിച്ചിട്ടാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്, എങ്ങനെയാണ് രക്ഷിക്കുന്നത്, എങ്ങനെ സംഹരിക്കുന്നു, ബ്രഹ്മാദികളായ സ്വരൂപമെടുത്ത് എങ്ങനെയാണ് ബഹുമുഖമായി തീരുന്നത്, എങ്ങനെയാണ് വിവിധ ലീലകൾ ആടുന്നത്. നൂനം ഭഗവതോ ബ്രഹ്മൻ ഹരേനത്ഭുത കർമ്മണ ദുർവിഭാവ്യമിവാബാധി കവിഭിശ്ചാഭിചേഷ്ടിതം. ഹേ ബ്രഹ്മജ്ഞൻ, ആശ്ചര്യകരങ്ങളായ കർമ്മങ്ങൾ നടത്തുന്ന ഭഗവാൻ ഹരിയുടെ വിവിധ വ്യാപാരങ്ങളുടെ രഹസ്യം ബ്രഹ്മാദികൾക്ക് പോലും ഊഹിക്കാൻ കഴിയാത്തതുപോലെ പ്രകാശിക്കുന്നു. യഥാ ഗുണാംസ്തു പ്രകൃതേ യുഗപക്രമശോഭിവ വിവർത്തി പുരുഷസ്ത്യേക കുർവൻ കർമാണി ജന്മഭി. ഭഗവാൻ ഹരി പുരുഷരൂപേണ ഏകനായിട്ടു ബ്രഹ്മാദികളായ ബഹുജന്മങ്ങൾ എടുത്തിട്ടു പ്രകൃതി ഗുണങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വിജിഗിത്സതമേൻ തന്മേ ബ്രവീതു ഭഗവാൻ യഥാ ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാദ പരസ്മിച്ച ഭവാൻ ഖലു. വിജിഗിത്സത ഏതന്മേ ബ്രവീതു ഭഗവാൻ യഥാ ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാദ പരസ്മിച്ച ഭവാൻ ഖലു. ഭഗവാനായ നിതിർവടി എന്റെ സംശയത്തെ തീർത്തു തരണം. ശബ്ദം ബ്രഹ്മത്തിലും പരബ്രഹ്മത്തിലും നിഷ്ണാദനാണല്ലോ അങ്ങ്. സൂത ഉവാച ഇത്യുവാ മന്ത്രിതോ രാജ്ഞാ ഗുണാനുഗതനേ ഹരേഹേ ഋഷികേശമനുസ്മൃത്യ പ്രതിവക്തും പ്രചക്രമേ. സൂതൻ പറഞ്ഞു, ശ്രീഹരിയുടെ ഗുണാനുകഥനം നടത്തണമെന്ന് ഇങ്ങനെ രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ ഋഷികേശനായ ഭഗവാനെ സ്മരിച്ചിട്ട് ശ്രീ ശുകൻ മറുപടി പറയാൻ തുടങ്ങി. ശ്രീ ശുക ഉവാച
നമഃ പരസ്മൈ പുരുഷായ ഭൂയസേ തദുത്ഭവസ്ഥാന നിരോധലീലയാ ഗ്രഹീത ശക്തി ത്രിതയായ ദേഹിനാം അന്തർഭവായ അനുവലിഷ്യവത്മനെ. ശ്രീ ശുഗർ പറഞ്ഞു, ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി പ്രകൃതിയുടെ തത്വരജസ് തമോ ഗുണങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ 3 രൂപങ്ങളെ സ്വീകരിച്ചവനും സർവ്വജീവജാലങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്നതിനാൽ ആരാലും അറിയപ്പെടാൻ കഴിയാത്ത മാർഗത്തോടു കൂടിയവനും അപരിച്ഛിന്നനുമായിരിക്കുന്ന പരമപുരുഷന് നമസ്കാരം. ഭൂയോ നമസ്സൽ വിജിനജിതേ സദാം അസംഭവായ അഖില സത്വമൂർത്തയേ പുംസാം പുനഃപാരമഹംസ്യ ആശ്രമേ വ്യവസ്ഥിതാനാം അനുമൃഗ്യദാശുഷേ. സജ്ജനങ്ങളുടെ പാപത്തെ നശിപ്പിക്കുന്നവനും അധർമ്മികളെ സംഹരിക്കുന്നവനും സമസ്ത ദേവതാസ്വരൂപനും പരമഹംസാസനത്തിലിരുന്ന് പരബ്രഹ്മസ്വരൂപത്തെ അന്വേഷിക്കുന്ന പുരുഷന്മാർക്ക് അവർ അന്വേഷിക്കുന്ന ഫലത്തെ കാട്ടിക്കൊടുക്കുന്നവനുമായ ഭഗവാന് വീണ്ടും നമസ്കാരം. നമോ നമസ്തേ തൃഷഭായ സാത്വതാം വിദൂരകാഷ്ടായ മുഹുക്വയോഗിനാം നിരസ്തസാമ്യാതിശയേന രാധസ സ്വതാമനി ബ്രഹ്മണി രംസ്യതേ നമ. ഭക്തന്മാരുടെ ഉള്ളിൽ ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവനും ഭക്തിയില്ലാത്ത കുൽസിത യോഗികൾക്ക് ഒരിക്കലും അറിയാൻ കഴിയാത്ത അത്ര വിദൂരത്തിലിരിക്കുന്നവനും സാമ്യവും അതിശയവും ഇല്ലാത്തതായ ഐശ്വര്യം കൊണ്ട് സ്വസ്ഥാനമായ ബ്രഹ്മത്തിൽ എപ്പോഴും രമിച്ചുകൊണ്ടിരിക്കുന്നവനുമായ ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം. യത്കീർത്തനം യസ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിദുനോതി കന്മഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ. ഏതൊരുവന്റെ മഹാത്മ്യം കീർത്തിക്കുകയും ഏതൊരുവന്റെ സ്വരൂപത്തെ സ്മരിക്കുകയും ഏതൊരുവന്റെ മൂർത്തിരൂപത്തെ ദർശിക്കുകയും ഏതൊരുവനെ വന്ദിക്കുകയും ഏതൊരുവന്റെ കഥകൾ കേൾക്കുകയും ഏതൊരുവനെ പൂജിക്കുകയും ചെയ്യുന്നതിനാൽ ലോകത്തിൻ്റെ സകല പാപങ്ങളും ക്ഷണത്തിൽ നശിപ്പിക്കപ്പെടുന്നുവോ ഏറ്റവും മംഗളകരമായ കീർത്തിയോടുകൂടിയ ആ ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം. വിചക്ഷണായ ചരണോപസാദന സംഘം വിദസ്യോഭയതോന്തരാത്മന വിന്ദന്തി ഹി ബ്രഹ്മഗതിം ഗതക്ലമ തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ. ആത്മാനാത്മവിവേകം നേടിയവർ ഏതൊരുവന്റെ ചരണാരവിന്ദത്തെ ശരണം പ്രാപിക്കുന്നതുകൊണ്ട് ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള സംഘത്തെ വെടിഞ്ഞ് യാതൊരു ക്ലേശവും കൂടാതെ ബ്രഹ്മഗതിയെ പ്രാപിക്കുന്നുവോ ആ ഭഗവാന് നമസ്കാരം. തപസ്സിനോ ദാനപരാ യശസ്സിനോ മനസ്സിനോ മന്ത്രവിദസ്സുമംഗള ക്ഷേമം ന വിന്ദന്തി വിനായ ദർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ. തപസ് ചെയ്യുന്നവർ, ദാനതൽപരന്മാർ, യശസ് നേടിയവർ, യോഗികൾ, മന്ത്രതന്ത്രങ്ങൾ അറിഞ്ഞവർ, സദാചാരം പാലിക്കുന്നവർ തുടങ്ങി ആരായാലും അതെല്ലാം ഭക്തിയോടെ ഭഗവാനിൽ സമർപ്പിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഫലപ്രാപ്തി ഉണ്ടാകുകയില്ല. കിരാതഹൃണാന്ത പുളിന്ത പുൽക്കസ ആപീരഗംഗ യവനാകസാദയ ഏനേ ജപാവായതുഭാഷയാശ്രയ ശുദ്ധ്യന്തി തസ്മൈ പ്രഭ വിഷ്ണവേ നമ. മൃഗങ്ങളെ വേട്ടയാടുന്ന കിരാതന്മാർ, ദ്വീപുകളിൽ വസിക്കുന്ന ഹൂണന്മാർ, താണജാതിക്കാരായ ആന്ധ്രന്മാർ, ചെമ്പിച്ച തൽമടിയുള്ള മലയന്മാർ, കഴുകന്റെ മാംസം തിന്നുന്ന കങ്കന്മാർ, അന്യമതക്കാരായ യവനന്മാർ, ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന കൊല്ലന്മാർ, അന്യരായ പാപികൾ തുടങ്ങിയവരെല്ലാം ഭഗവത് ഭക്തന്മാരെ ആശ്രയിച്ച് അവരുമായുള്ള സത്സംഗം കൊണ്ട് പരിശുദ്ധരായിത്തീരുന്നു. എല്ലാവർക്കും പ്രഭുവായിരിക്കുന്ന വിഷ്ണുവിന് നമസ്കാരം. സയേഷ ആത്മാത്മവതാമതീശ്വരസ്ത്രയീമയോ ധർമ്മമയസ്തഭൂമയ ഗതവ്യലീകേരച ശങ്കരാദിഭിർ വിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. ബുദ്ധിയുറച്ച വിചാരശീലന്മാർ ആത്മാവായും കർമ്മഫലങ്ങളെ ആശ്രയിക്കുന്നവർ കർമ്മഫലം തരുന്നവനായിട്ടും വേദങ്ങളെ ആശ്രയിക്കുന്നവർ വേദസ്വരൂപനായിട്ടും ധർമ്മശാസ്ത്രത്തെ ആശ്രയിച്ചവർ ധർമ്മമൂർത്തിയായിട്ടും തപസ് ചെയ്യുന്നവർ തപോമയനായും ഏതൊരാളെ ആശ്രയിക്കുന്നുവോ നിഷ്കപടന്മാരായ ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവർക്ക് വിതർക്കയോഗ്യമായ സ്വരൂപമുള്ളവനുമായ ഹേ ഭഗവൻ, അങ്ങേക്ക് നമസ്കാരം. അങ്ങ് പ്രസാദിക്കണം. ശ്രീയപ്പതിർ യജ്ഞപതി പ്രജാപതിർ ദിയാപതിർ ലോകപതിർ ധരാപതി പദർഗതിശ്ചാന്തക വിഷ്ണുസാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാംപതി. ലക്ഷ്മീപതിയും യജ്ഞപതിയും പ്രജാപതിയുമായ ഹേ ഭഗവൻ, ബുദ്ധീന്ദ്രിയ വ്യാപാരാദികളുടെ പ്രേരകനും ലോകപാലകനും ഭൂമിയുടെ പതിയും
അന്തകന്മാർ, വിഷ്ണികൾ തുടങ്ങിയ ഭക്തന്മാരെ പാലിക്കുന്നവനും സത്തുക്കളായിരിക്കുന്നവർക്ക് സർവാശ്രയവുമായിരിക്കുന്ന അങ്ങ് എന്നിൽ പ്രസാദിക്കണം. യഥഗ്രവിധ്യാന സമാധികോദയ ധിയാനുപശ്യന്തി തത്വമാത്മന വദന്തി ചൈതത് കവയോ യഥാരുജം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. ഏതൊരുവന്റെ പരമധ്യാനമാകുന്ന സമാധിയാൽ നിർമ്മലമായ ബുദ്ധി കൊണ്ട് ആത്മതത്വത്തെ അറിയുന്നുവോ അതിനെ അറിഞ്ഞ ജ്ഞാനികൾ അവരുടെ രുചി പോലെ നിർഗുണനെന്നോ സഗുണനെന്നോ വർണ്ണിക്കുകയും ചെയ്യുന്നുവോ ജ്ഞാനപരിപൂർണനായ ഭഗവാൻ മുകുന്ദൻ എന്നോട് പ്രസാദിക്കണം. പ്രചോദിതായേന പുരാ സരസ്വതി വിധന്യതാജസ്യ സതിം സ്മൃതിം ഹൃദി സ്വലക്ഷണാ പ്രാദുരപോകിലാസ്യത സമേ ഋഷീണാം ഋഷഭപ്രസീദതാം. കൽപ്പത്തിന്റെ ആദിയിൽ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ വിസ്മൃതമായിരുന്ന ലോകസൃഷ്ടിയാകുന്ന വിഷയത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏതൊരുവനാൽ പ്രേരിപ്പിക്കപ്പെട്ട് അസാധാരണ ലക്ഷണങ്ങളോടുകൂടിയ വേദശാസ്ത്രങ്ങളെല്ലാം ബ്രഹ്മമുഖത്തു നിന്നും പ്രാദുർഭവിപ്പിച്ചുവോ ഋഷികളിൽ ശ്രേഷ്ഠനായ ഭഗവാൻ എന്റെ നേർക്ക് പ്രസാദിക്കണം. ഭൂതേർമഹപ്രിയൈമാപുരോ വിഭുർനിർമായുഷേദേയതമൂഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ ഭജാംസി മേ. ഏതൊരുവൻ മഹാഭൂതങ്ങളെ കൊണ്ട് സർവശരീരങ്ങളെയും സൃഷ്ടിച്ചിട്ട് 16 തത്വങ്ങളെ അനുഭവിച്ചുകൊണ്ട് ആത്മസ്വരൂപനായി അവയ്ക്കുള്ളിൽ ശയിക്കുന്നുവോ ആ ഭഗവാൻ എന്റെ വാക്കുകളെ ശോഭിപ്പിക്കണം. കൽപ്പത്തിന്റെ ആദിയിൽ നാരായണന്റെ നാഭികമലത്തിൽ നിന്ന് ഉത്ഭവിച്ച ബ്രഹ്മാവ് താൻ ആരാണെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും വിസ്മരിച്ചപ്പോൾ ബ്രഹ്മാവിന്റെ ഉള്ളിൽ ആത്മജ്ഞാനത്തെയും കർമ്മജ്ഞാനത്തെയും പ്രകാശിപ്പിച്ച് അനുഗ്രഹിച്ചു. അപ്പോൾ ബ്രഹ്മമുഖത്തു നിന്നും വിശിഷ്ടമായ വേദങ്ങൾ ഉത്ഭവിച്ചു. ആ ഭഗവാൻ തന്നെ ജീവശരീരങ്ങളിൽ പ്രകൃതിയെ ആശ്രയിച്ച് 11 ഇന്ദ്രിയങ്ങളും 5 ഭൂതങ്ങളുമായി 16 തത്വങ്ങളിൽ അന്തര്യാമിയായി വസിക്കുന്നത്. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ വേദസേ തപോജ്ഞാനമയം സൗമ്യ യന്മുഖാം പുരുഹാസവം. യാതൊരുവന്റെ മുഖമാകുന്ന താമരയിൽ നിന്നും ഒഴുകിയ ജ്ഞാനാത്മകമായ മകരന്തത്തെ പരമശാന്തന്മാരായ വിദ്വാൻമാർ പാനം ചെയ്യുന്നുവോ മഹാതേജസ്വിയും സൗമ്യനും അപരിച്ഛിന്നമായ തേജസ്സോടു കൂടിയവനുമായ ആ വ്യാസഭഗവാന് നമസ്കാരം. ഏതദേവാത്മഭൂരാജന്മാരദായ വിവൃച്ഛതേ വേദഗർഭോപ്യതാ സാക്ഷാ യഥാഹ ഹരിരാത്മന. ഹേ രാജൻ, അങ്ങ് എന്നോട് ചോദിച്ച ഇതേ സംഗതി തന്നെ പണ്ട് ശ്രീ നാരദ മഹർഷി പിതാവായ ബ്രഹ്മാവിനോട് ചോദിച്ചു. വേദത്തിന്റെ ഉൽപ്പത്തി സ്ഥാനമായ ആ ബ്രഹ്മദേവൻ കൽപ്പത്തിന്റെ ആദിയിൽ ശ്രീ വാസുദേവൻ തനിക്ക് ഉപദേശിച്ചു തന്ന അതേ സംഗതി തന്നെ നാരദർക്കും പറഞ്ഞു കൊടുത്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയ സ്കന്ധേ ചതുർത്ഥോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 2-ാം സ്കന്ധം 4-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.